ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവത്തോടു കൂടി ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മതവിദ്യ നുകർന്ന് അത് ജീവിതത്തിൽ പകർത്തുന്ന ദീനി ബോധമുള്ള മക്കളിൽ അല്ലാഹു നമ്മുടെ മക്കളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ തഅമ്മതൻ കമാ ബാറക്ത അലാ ഇബാദിക الصالحين اللهم رب زدنا علما وحلما وفهما وعقلا وعدلا وحفظا وإيمانا كاملا رب تمم بالخير والسعادة إنك على كل شيء قدير. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. ബഹുമാനാദരം നിറഞ്ഞ മദ്രസയിലെ ഉസ്താദുമാരെ, മദ്രസ കമ്മിറ്റി ഭാരവാഹികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി മിത്രങ്ങൾ, നമ്മുടെ മദ്രസയിൽ നടക്കുന്ന മിഹ്റാനുൽ ബിദായ പ്രവേശനോത്സവ പരിപാടിയിലാണ് നാം എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഇസ്ലാം പഠനത്തിലേക്ക് ഇൽമിലേക്ക് നൽകുന്ന പ്രാധാന്യമാണ് ഇഖ്റ എന്നുള്ള വിശുദ്ധ ഖുർആനിലെ വിശുദ്ധ ഇസ്ലാമിലെ ആദ്യത്തെ പദമായിട്ടുള്ള ഈ പദത്തിലൂടെ സൂചന നൽകുന്നത്. അപ്പൊ നാം വായിക്കണം, നാം പഠിക്കണം എന്നുള്ള ആ ഒരു സന്ദേശമാണ് വിശുദ്ധ ഇസ്ലാം നൽകുന്നത്. ആ ഒരു സന്ദേശം സാക്ഷാത്കൃതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം നമ്മുടെ മദ്രസയിൽ പ്രത്യേകിച്ച് മതവിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മദ്രസ തെരഞ്ഞെടുത്തത്. പ്രത്യേകിച്ച് കോഴിപ്പറമ്പത്തുമാരുടെ മദ്രസ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് വളരെ വിജയകരമായിട്ട് ഇപ്പൊ ഇക്കഴിഞ്ഞ വർഷത്തെ പൊതുപരീക്ഷാ റിസൾട്ട് വന്നപ്പോഴും 100% വിജയത്തോട് കൂടി ടോപ്പ് പ്ലസ് ഒക്കെ നേടിയിട്ട് ഉന്നത വിജയം കാഴ്ചവെക്കുന്ന ഒരു മദ്രസയാണ് കോഴിപ്പറമ്പത്തുമാട് മദ്രസ എന്നുള്ളത്. ഇന്ന് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് കീഴിലെ 14,000-ഓളം മദ്രസകൾ കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഇന്ത്യക്ക് പുറത്തുമായിട്ട് ഇന്നുണ്ട്. ഈ മദ്രസകളിലൊക്കെ അൽഹംദുലില്ലാഹ് രാവിലെ 7 മണിക്ക് മതവിദ്യാഭ്യാസം ആരംഭിക്കുന്നു. ഇന്ന് മിഹ്റാനുൽ ബിദായ എന്ന പേരിൽ പ്രവേശനോത്സവം എല്ലാ മദ്രസകളിലും ഇന്നും ഇന്നലെയുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം പഠിക്കുന്ന ഗ്രന്ഥങ്ങളോട്, വായിക്കുന്ന പുസ്തകങ്ങളോട്, ഉപ്പയോട്, ഉമ്മയോട്, കുടുംബത്തോട്, നാട്ടുകാരോട്, നാട്ടിനോട് എന്ന് വേണ്ട ലോകത്തിലെ എല്ലാവരോടുമുള്ള ഒരു അച്ചടക്കം ഈ അദബ് നാം ഇതിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാം പഠിക്കുന്നതാണ്. അതുകൊണ്ടാണ് സമസ്തയുടെ മദ്രസയിലെ ഒന്നാം ആ പുസ്തകത്തിൽ നമുക്ക് പഠിച്ചത് തുടക്കം മുതൽ ആ ഡബുൽ അവർ അങ്ങനെ പഠിച്ച് ശീലിക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പൊ വലിയ സന്ദേശമാണ് നമ്മുടെ ഉസ്താദ്മാരൊക്കെ ഈ പാഠപുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിലൂടെ ഉണ്ടാക്കുന്നതിലൂടെ നൽകുന്ന സന്ദേശം, അദബ് എന്നുള്ള സന്ദേശം. അതുകൊണ്ട് നമ്മുടെ മക്കൾ മദ്രസയിൽ അദബിന്റെ കേന്ദ്രമാണ് മദ്രസ. കേവലം ഖുർആൻ അല്ലെങ്കിൽ അറബി ഇങ്ങനെ വായിക്കുക എന്നതിലപ്പുറം ജീവിതത്തിൽ പകർത്തണം, മകന് ജീവിതത്തിൽ പകർത്തണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളോട് പെടുത്താനുള്ളത്, നാം ഇവിടെ നിന്ന് പഠിക്കുന്ന ഇൽമ് വളരെ ആത്മാർത്ഥമായിട്ട് നാം പഠിക്കണം എന്നുള്ളതാണ്. സംവിധാനത്തോടുകൂടിയാണ് നമ്മുടെ ഉസ്താദുമാർ മദ്രസയിലെ പുസ്തകങ്ങളൊക്കെ പരിഷ്കരിച്ചു കൊണ്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മദ്രസയിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പ്രൊജക്ടർ അല്ലെങ്കിൽ ടി വി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എല്ലാ 4 ക്ലാസ്സിലേക്കും 4 TV തന്നെ നാം വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. സ്പോൺസർ ചെയ്യാം. ഇൽമ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു TV കുറഞ്ഞ വിലയുള്ളൂ, ഒന്ന് സ്പോൺസർ ചെയ്യാം. കാരണം വലിയ സ്മാർട്ട് TV അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ബോർഡുകൾക്ക് 25,000 1 ലക്ഷം രൂപ കൊടുത്തൊക്കെ പല മദ്രസകളും സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസ ഒരു മാസത്തിനകം തന്നെ അത്തരത്തിലുള്ള ആ ഒരു സ്മാർട്ട് TV സംവിധാനത്തിലേക്ക് മാറുകയാണ്. സാമ്പത്തികമായിട്ട് നാം ഇന്നത്തെ മൊബൈൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരുപാട് ഇൽമുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ആ മേഖലകൾ കഴിവിന്റെ പരമാവധി അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ എന്റെ മകൻ എന്റെ മകൾ ജീവിക്കുന്നുണ്ടോ
അവർ പഠിക്കുന്നുണ്ടോ എന്ന കാര്യം നാം ശ്രദ്ധിക്കണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്, ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ ഇന്ന് നമ്മുടെ മക്കൾ, പുതിയ മക്കൾ 1ാം ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. അവർക്ക് ഇൻഷാ അല്ലാഹ് സൂറത്തുമൊക്കെ ഉസ്താദുമാർ ഓതിക്കൊടുക്കും. അതോടുകൂടിയിട്ട് അവിടെ പഠനം ആരംഭിക്കുകയാണ്. ഈ പഠനം തുടങ്ങിയത് മുതൽ അവസാനം വരെ വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ നാം ആഗ്രഹിക്കുന്ന, നാം തയ്യാറാണ്. അതിനുവേണ്ടി രക്ഷിതാക്കൾ സപ്പോർട്ട് നൽകണം. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൂടെ മദ്രസയുടെ മാനേജിംഗ് കമ്മിറ്റി തന്നെ കൂടെ ഉണ്ടാകും. നാട്ടുകാരുടെ ഒക്കെ സപ്പോർട്ടോടുകൂടി എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് വിപുലമായി നടത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് ഈ മദ്രസയ്ക്ക് വേണ്ടിയിട്ട് ഓരോ അനക്കത്തിലും ഇതിനു വേണ്ടി സഹകരിച്ച ആളുകൾ നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിന്ന് കിട്ടുന്ന ഇൽമിന്റെ ഒരു ബറക്കത്ത്, ഇവിടെ നിന്ന് കിട്ടുന്ന ഇൽമിന്റെ ബറക്കത്ത് ഈ മദ്രസയ്ക്ക് വേണ്ടിയിട്ട് തുടക്കം മുതൽ ഇന്നേ വരെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഇൽമിന്റെ മഹത്വം. ഇവിടെ നിന്ന് ഒരു ഫാത്തിഹ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഇതിനു വേണ്ടി ആര് സഹായിച്ചുകൊണ്ടിരിക്കുന്നു, ആരിതിലേക്ക് സംഭാവന നൽകുന്നു, അവരുടെ അക്കൗണ്ടിലേക്ക് അവർ അറിയാതെ, നാം അറിയാതെ ആ ഒരു പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നാം മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ പാരമ്പര്യ ജീവിതത്തിലേക്ക് ഇവിടെ നിന്ന് ഓതുന്ന വിശുദ്ധ ഖുർആനിന്റെ ഓരോ ഹർഫിന്റെയും ബറക്കത്തുകൾ നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഈ മദ്രസയെ സഹായിച്ച ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെയൊക്കെ ഇതിനു വേണ്ടി സഹായിച്ച് മരണപ്പെട്ടു പോയ അവരുടെയൊക്കെ ബർസഖിയ ജീവിതം അല്ലാഹു സന്തോഷത്തിനും റാഹത്തിനും ആക്കി കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അനുഗ്രഹീത വചനത്തിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടെ പുതുതായിട്ട് നവാഗതരായിട്ട് ഈ മദ്രസയിലെ പഠനത്തിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള എല്ലാ മക്കളെയും മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് രക്ഷിതാക്കളെയും അതേപോലെ തന്നെ ഉസ്താദുമാരെയും ഈ വർഷം പുതുതായിട്ട് ഒരു ഉസ്താദ് കൊണ്ട് നമ്മൾ കൂടെ ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിന് വിപുലമായ ഒരു ഉസ്താദ് ഈ വർഷം അവസാനത്തിൽ പോയി ഒരു പുതിയ മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഈ മദ്രസ സംവിധാനത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ സംസാരം ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദുമാരെ, മദ്രസ മാനേജിംഗ് കമ്മിറ്റി, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയായ ഉമ്മമാരെ, നേരറിവ് നാളേക്ക് എന്ന കാലിക പ്രസക്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ മദ്രസ വിദ്യാഭ്യാസ ബോർഡ് മിഹ്റജാനുദ്ദീനായ പ്രവേശനോത്സവം വളരെ സമ്പന്നമായി ആഘോഷിക്കുകയാണ്.
ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അക്ഷരമൊക്കെ എഴുതി ബുക്കൊക്കെ കൊടുത്ത് ഇന്ന് മദ്രസ് നേരത്തെ വിട്ടിട്ടോ. നാളെ മുതൽ സാധാരണ സമയം പോലെ ക്ലാസ് വിടുന്നത് പോലെ ഉണ്ടാവും.